ഏവർക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ: ഹൗ മെനി പ്രോട്ടോൺസ് ആർ ദർ ഇൻ 1 കൂളംബ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഒരു കൂളംബ് ഇലക്ട്രിക് ചാർജിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എഴുതുന്നു. Q=Ne. ചോദ്യം ഇട്ടയാൾ തന്നേക്കുന്നു. ഒരു കൂളംബ് ചാർജാണുള്ളത്. ഈ ഫണ്ടമെൻ്റൽ ഇലക്ട്രോണിക് ചാർജാണ്. 1.6 × 10⁻⁻19 കൂളംബ്. അപ്പം നമുക്ക് N കണ്ടുപിടിക്കാം. ക്യൂവിൻ്റെ സ്ഥാനത്ത് 1 കൂളംബ് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു N × 1.6 × 10⁻⁻19 കൂളംബ്. കൂളംബ് ക്യാൻസലായി പോകുന്നു. 1 = N × 1.6 × 10⁻⁻19 എന്ന് പറഞ്ഞ് കിട്ടുന്നു. N = 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 എന്ന് കിട്ടുന്നു. N = 1 ഡിവൈഡ് ബൈ 1.6 × 10⁻⁻19 എന്ന് കിട്ടുന്നു. N = 1 ഡിവൈഡ് ബൈ 1.6 ചെയ്യുമ്പോൾ 0.628 × 10⁻⁻19 എന്ന് കിട്ടുന്നു. അതായത് N = 6.28 × 10⁻18 പ്രോട്ടോൺസ് ചേരുന്നതാണ് ഒരു കൂളംബ് ഓഫ് ഇലക്ട്രിക് ചാർജ്. കൂളംബ്സ് ലോ നമുക്കൊന്ന് പരിചയപ്പെടാം. അക്കോർഡിംഗ് ടു കൂളംബ്സ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 and Q2 separated by a distance r placed in a medium is F proportional to Q1 Q2, F proportional to 1 by r square, or F proportional to Q1 Q2 by r square, or F equal to some constant K Q1 Q2 by r square, where K equal to 1 by 4 pi epsilon. Epsilon is known as permittivity of medium. എപ്സിലൺ കണ്ടുപിടിക്കുന്നത് എപ്സിലൺ r × ε0 എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ബോക്സിൽ കാണുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ഇതിനെയാണ് കൂളംബ്സ് ലോ ഇൻ സ്കെയിലാർ ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ചാർജസായ Q1 Q2ൻ്റെ ഇടയിൽ r ദൂരമുണ്ടെങ്കിൽ ആ രണ്ട് ചാർജസായ Q1 Q2ൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ് മാത്രമാണ് തരുന്നത്. രണ്ട് തരത്തിലുള്ള ചാർജസ് ഉണ്ട്. ലൈക്ക് ചാർജസും ഉണ്ട്, അൺലൈക്ക് ചാർജസും ഉണ്ട്. എന്താണ് ലൈക്ക് ചാർജ്? ഒരേപോലത്തെ സൈനുള്ള ചാർജിനെയാണ് നമ്മൾ ലൈക്ക് ചാർജ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പോസിറ്റീവും ഒരു ലൈക്ക് ചാർജിൻ്റെ ഒരു പെയറാണ്. നെഗറ്റീവും ലൈക്ക് ചാർജിൻ്റെ ഒരു പെയറാണ്. പക്ഷേ പോസിറ്റീവും നെഗറ്റീവും അൺലൈക്ക് ചാർജിൻ്റെ ഒരു പെയറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ രണ്ട് ചാർജസിൻ്റെ ഇടയിലുള്ള ദൂരം ആറായിട്ട് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഫിഗർ ശ്രദ്ധിക്കാം. ഇടത് കാണുന്ന പോസിറ്റീവ് ചാർജ് വലത്തെ ചാർജിനെ നേർരേഖയിലൂടെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വലത്തോട്ട് റിപ്പൽ ചെയ്യുന്നു. വലത് കാണുന്ന പോസിറ്റീവ് ചാർജ് ഇടത്തെ സൈഡിൽ കാണുന്ന പോസിറ്റീവ് ചാർജിനെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഇടത്തോട്ട് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ബട്ട് ദേ ആർ ആക്ടിങ് ഓൺ ടു ഡിഫറെൻറ്റ് ബോഡീസ്. അതുകൊണ്ട് കൂളംബ്സ് ഫോഴ്സ് ഈസ് ആക്ച്വലി എ ന്യൂട്ടൺസ് തേർഡ് ലോ പെയർ. അൺലൈക്ക് ചാർജിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് തന്നെയാണ്. പക്ഷേ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കും. നെഗറ്റീവും വീണ്ടും ലൈക്ക് ചാർജ് വന്നു, അവ വികർഷിക്കും അഥവാ റിപ്പൽ ചെയ്യും. ഇനി മീഡിയത്തിൽ നിന്ന് നമ്മുടെ ഈ ചാർജസിനെ മാറ്റി എയർ ആകുന്ന മീഡിയത്തിലേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ വാക്യൂത്തിലേക്ക് വെക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 and Q2 when placed in air/vacuum is F air is equal to 1 by 4 pi epsilon 0 Q1 Q2 by r square, where epsilon 0 is called permittivity of a free space. അതിൽ മനസ്സിലാക്കിയിരിക്കണം, 1 by 4 pi epsilon 0 comes out to be 9 × 10⁻⁹ Newton meter square per coulomb square. നമുക്കറിയാം, Q1 Q2 എന്ന ചാർജ് r ഡിസ്റ്റൻസ് അകലെ ഒരു മീഡിയത്തിലിരിക്കുകയാണെങ്കിൽ the force between charges Q1 and Q2 is F medium is equal to 1 by 4 pi epsilon Q1 Q2 by r square ആണ്. അതായത് F medium is equal to 1 by 4 pi epsilon 0 Q1 × Q2 by r square ആണ്. അതായത് F medium is equal to 1 by 4 pi epsilon 0 Q1 Q2 by r square F air ആണ്. അപ്പോൾ F air by മിച്ചം താഴെ എപ്സിലൺ r, ഓർ ആ ഇക്വേഷനെ F air by K എന്നും എഴുതാം. എപ്സിലൺ r അഥവാ K യെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും വിളിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് ബിറ്റ്വീൻ 1 മൈക്രോ കൂളംബ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ വെൻ പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്യൂം. പെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് 1 by 4 pi epsilon 0 Q1 Q2 by r square ആണ്.
ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. രണ്ട് ചാർജസിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് R = 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. Q1 1 മൈക്രോ കൂളമ്പാണ്, അഥവാ അതിനെ കൂളമ്പിലേക്ക് മാറ്റണം 1 × 10⁻⁶ കൂളമ്പ്. Q2 1 മൈക്രോ കൂളമ്പാണ്, അതിനെ കൂളമ്പിലേക്ക് മാറ്റണം 1 × 10⁻⁶ കൂളമ്പ്. 1/4πε0 ഓൾറെഡി 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം (2) ആണ്. ഈ കിട്ടിയ കാര്യങ്ങൾ യഥാക്രമം ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ F = 9 × 10⁹ ഇൻറ്റു 1 × 10⁻⁶ ഇൻറ്റു 1 × 10⁻⁶/1² എന്ന് പറഞ്ഞ് കിട്ടുന്നു. എല്ലാം SI യൂണിറ്റിലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ. അതായത് F = 9 × 10⁹ ഇൻറ്റു 1 × 1 1 ആണ്, 10⁻⁶ ഇൻറ്റു 10⁻⁶ 10⁻12 ആണ്, ഡിവൈഡ് ബൈ 1² 1 ആണ്. അഥവാ ഫോഴ്സ് ബിറ്റ്വീൻ 1 microcoulomb charge placed 1 meter apart in air or vacuum is F = 9 × 10⁻³ Newton. അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 charges is 80 Newton when placed in air. Calculate the force between the same 2 charges with the same separation distance when placed in water having dielectric constant K = 80. അപ്പോൾ എയറിൽ രണ്ട് ചാർജസായ Q1 Q2 ഇരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് 80 ന്യൂട്ടനാണ്. ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസും ഈ ചാർജും മാറ്റാതെ നേരെ ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു, ഈ കാണുന്ന പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ചാർജസ് വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് Q1 and Q2 separated by the same distance R when placed in water, F water = F air by dielectric constant K. F water = 80 Newton, dielectric constant 80 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ചാർജസ് when placed in water comes out to be 1 Newton. അതായത് രണ്ട് ചാർജസ് R സെപ്പറേഷനിൽ ഇരിക്കുന്നു, അതിൻ്റെ ഇടയിൽ 80 ന്യൂട്ടനാണ് എയറിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്കിൽ, അതേ ചാർജസ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് മാറ്റാതെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. അത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ടൈംസ് കുറയും, അഥവാ 1/k ടൈംസ് അവിടെ കുറയും. അപ്പം ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് Q1 and Q2 when placed in water comes out to be 1 Newton. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. The force between 2 charges Q1 and Q2 is 80 Newton when placed 1 meter apart in air. Find the separation distance between the charges Q1 and Q2 when placed in water such that force is 80 Newton. അപ്പം ഈ ചോദ്യത്തിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് രണ്ട് ചാർജസായ Q1 Q2 എയറിലിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് 80 ന്യൂട്ടനാണ്. നമുക്കറിയാം വെള്ളത്തിലേക്ക് അതേ സെപ്പറേഷൻ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കുറഞ്ഞ് അത് 1 ന്യൂട്ടനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുണ്ടാക്കാൻ പാടില്ല. ഇവിടെ 80 ന്യൂട്ടനായിട്ട് തന്നെ ചാർജസിൻ്റെ ഇടയിൽ ഫോഴ്സ് വെള്ളത്തിലിരിക്കുമ്പോഴും ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ ഈസ് 80 ന്യൂട്ടൺ. that is equal to force between the charges when placed in air, that is also 80 Newton. അപ്പോൾ ആ കൂടി ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിനെ കുറച്ചാൽ മാത്രമേ ഫോഴ്സ് വെള്ളത്തിലിരിക്കുമ്പോൾ ചാർജസിൻ്റെ ഇടയിൽ കൂട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എയറിൽ ഇരുന്നപ്പോൾ അതിൻ്റെ ഇടയിലെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ ആ 1 മീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിരിക്കുമ്പോൾ ആ ചാർജസിൻ്റെ ഇടയിലെ ഫോഴ്സ് കൂട്ടാൻ സാധിക്കും. അത് 80 ന്യൂട്ടണിലേക്കൊന്ന് റേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വാട്ടറിലിരിക്കുമ്പോഴുള്ള ആ R കണ്ടുപിടിക്കാൻ, അഥവാ സെപ്പറേഷൻ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ വെള്ളത്തിലിരിക്കുമ്പോൾ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് Q1 and Q2 ഈസ് 1/4πε Q1 Q2/R², വിച്ച് ഈസ് ഈക്വൽ ടു എയറിലിരിക്കുമ്പോൾ ആ രണ്ട് ചാർജസിൻ്റെ ഇടയിലെ കൂളം ഫോഴ്സ് 1/4πε0 Q1 Q2 അവിടുത്തെ R² 1² ആണ്. മീറ്റർ തന്നേക്കുന്നുണ്ട്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4πε 1/4πε0 R എന്നോ K എന്നോ വിളിക്കാം. Q1 Q2/R² ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/1² 1 ആയിട്ട് വരും. ക്യാൻസലേഷൻ നടക്കുന്നു. 1/4πε0 1/4πε0 ക്യാൻസലാകുന്നു. Q1 Q2 രണ്ട് വശങ്ങളിൽ നിന്നും ക്യാൻസലാകുന്നു. വലത്തെ വശം 1 മാറുന്നു. അപ്പോൾ ഇടത്തെ സൈഡിൽ 1/k R² ഉള്ളൂ.
K80 അഥവാ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫോർ വാട്ടർ 80 തന്നിട്ടുണ്ട്. അപ്പം അത് കെയിലേക്ക് അപ്ലൈ ചെയ്യുക. 1/80 R² = 1. അതായത് 1/80 = R², or R = 1/√1/80, or R = √1/80 ചെയ്യുമ്പോൾ 0.0125, or R comes out to be 0.11 meter. അപ്പോൾ രണ്ട് ചാർജസ് 1 മീറ്റർ അകലത്തിൽ എയറിലിരുന്നപ്പോൾ 80 ന്യൂട്ടൺ ഉണ്ട്. അത് വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ 80 ന്യൂട്ടൺ തന്നെയായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആ രണ്ട് ചാർജസായ Q1 Q2ൻ്റെ ഇടയിലുള്ള ഫോഴ്സ് 80 ന്യൂട്ടണായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവന്ന് അത് 0.11 മീറ്ററിലേക്ക് ആക്കണം. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? εr = ε/ε0. എപ്സിലൺ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ε0 എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോയാണ്. ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അടുത്തായിട്ട് നമുക്ക് പോയിന്റ് ചാർജസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇഫ് ദ സൈസ് ഓഫ് ചാർജസ് ഈസ് സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജസ്, ദെൻ ചാർജസ് ആർ കോൾഡ് പോയിന്റ് ചാർജസ്. അപ്പോൾ ചാർജിൻ്റെ സൈസ് ചാർജിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് തീർത്തും ചെറുതാണെങ്കിൽ ആ ചാർജുകളെ നമുക്ക് പോയിന്റ് ചാർജ് എന്ന് വിളിക്കാം. കൂളംസ് ലോ പോയിന്റ് ചാർജസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ചിത്രത്തിലെ കാര്യങ്ങളൊന്ന് വീക്ഷിക്കാം. ആദ്യത്തെ ഫിഗറിൽ 2 നെഗറ്റീവ് ചാർജസ് വന്നിട്ടുണ്ട്. -Q1 -Q2. റിപ്പിൾസീവ് ഫോഴ്സ് ആയിരിക്കുമല്ലോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ആക്ടിങ് ഓൺ 2 ഡിഫറെൻറ്റ് ബോഡീസ് ആണ്. എനിവേ അതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ എടുക്കുകയാണ്. -Q1 × -Q2 ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആകുന്നു. Q1 Q2 പോസിറ്റീവായിട്ടുള്ള വാല്യൂ 0യേക്കാളും കൂടുതലാണ്. അപ്പോൾ Q1 Q2 > 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ ചാർജസ് ലൈക്ക് ചാർജ് ആയിരിക്കും. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇതാണ്. Q1 Q2 > 0 എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ -Q1 ആൻഡ് -Q2 ഈസ് റിപ്പൾസീവ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ പോസിറ്റീവ് Q1 തന്നിട്ടുണ്ട്, പോസിറ്റീവ് Q2 തന്നിട്ടുണ്ട്, അപ്പോഴും റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ Q1 × Q2 ചെയ്താൽ പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ > 0. ദെർഫോർ ഫോഴ്സ് ബിറ്റ്വീൻ +Q1 ആൻഡ് +Q2 ഈസ് റിപ്പൾസീവ്. അടുത്തത് ഒന്ന് +Q1 തന്നേക്കുന്നു, അടുത്ത -Q2 തന്നേക്കുന്നു. Q1 × -Q2 ചെയ്യുമ്പോൾ -Q1 Q2 എന്ന് കിട്ടുന്നു. നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് അത് 0യേക്കാളിലും ചെറുതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2 ഈസ് അട്രാക്റ്റീവ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സമ്മറി? Q1 × Q2 > 0 ആണെങ്കിൽ ആ ചാർജുകൾക്ക് ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിപ്പൾസീവും, Q1 × Q2 <0 ആണെങ്കിൽ ആ ചാർജുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അട്രാക്റ്റീവും ആയിരിക്കും.